بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى الدين. بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا يصرون على الهم العظيم وكانوا يقولون إذا متنا وكنا ترابا وعظاما إنا لمبعوثون أوآباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. سئل رسول الله صلى الله عليه وسلم أي الصدقة أفضل؟ قال الماء. ألا ترى أن أهل النار إذا استغاثوا بأهل الجنة قالوا وفيضوا علينا من الماء أو مما رزقكم الله. صدق رسول الله صلى الله عليه وسلم. ബഹുമാനികളെ, സൂറത്തുൽ വാഖിയയിലെ 41 മുതൽ 50 വരെയുള്ള സൂക്തങ്ങളാണ് നമ്മൾ ഓതി വെച്ചത്. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഇതിന്റെ ബാക്കി കുറച്ചുകൂടി ആയത്തുകളുണ്ട്. സൂറത്തുൽ വാഖിയയിലെ നരകക്കാരുടെ അവസ്ഥ, അല്ലാഹു നരകത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി സ്വർഗീയരിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നരകത്തിൽ പ്രവേശിക്കുക അത് ജീവിതത്തിലെ ഏറ്റവും പാരത്രിക ലോകത്തെ ഏറ്റവും വലിയൊരു ഭാഗ്യക്കേടാണ്. നരകത്തിൽ പ്രവേശിച്ച് സ്വർഗത്തിലെത്തുക എന്നത് ഒരു വിജയം അല്ല. അങ്ങനെ ആരും നിശ്ചയിക്കരുത്, കണക്കാക്കരുത്. നരകം തൊടാതെ സ്വർഗത്തിലെത്തണം. അല്ലാഹു അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നരകത്തിൽ കടന്ന് ശഫാഅത്ത് ലഭിച്ച് സ്വർഗത്തിലെത്തുന്ന ആളുകൾക്കും ജഹന്നം തൊട്ട് വരുന്നവർ, ജഹന്നമിൽ കടന്നു വരുന്നവർ എന്ന് പേര് വിളിക്കും സ്വർഗക്കാർ. അടയാളങ്ങളൊന്നും ശരീരത്തിൽ ഉണ്ടാകൂലെങ്കിലും ഡയറക്റ്റായി സ്വർഗത്തിൽ കടന്ന ആളുകളുടെ അത്ര ഒരു സൗന്ദര്യവും വെളിച്ചവും നരകത്തിൽ കടന്ന് കരിക്കട്ടയായി അല്ലെങ്കിൽ അവിടുത്തെ ശിക്ഷ അനുഭവിച്ച് അല്ലാഹു പ്രത്യേക ജലത്തിൽ മുക്കി ശരീരമൊക്കെ വൃത്തിയാക്കി കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഉണ്ടാകൂല. ഏതായാലും അതൊരു ഭാഗ്യക്കേടാണ്, വലിയൊരു പരാജയമാണ് നരകത്തിൽ പ്രവേശിക്കുക എന്ന്. അർശിന്റെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, ഇടത്തെ കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ഹതഭാഗ്യർ. എന്താണ് ഈ അസ്ഹാബു ശിമാൽ? അവരുടെ അവസ്ഥ എന്താണ്? അല്ലാഹു പിന്നീട് അവരുടെ അവസ്ഥ വിശദീകരിക്കുകയാണ്. ഫീ സമൂമിൻ വഹമീം
വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം ഫീ സമൂം. അസ്ഹാബുൽ ശിമാൽ അത്യുഗ്രൻ ചൂടുള്ള ചുടുകാറ്റിലാണ്, ചൂടുള്ള കാറ്റാണ് അവർ അനുഭവിക്കുന്നത്. ചൂടുള്ള കാറ്റിന്റെ അവസ്ഥ നമുക്ക് ഇന്ന് മനസ്സിലാകുന്നുണ്ട്. കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് ഉദിക്കുന്ന സൂര്യന്റെ താപനില ഭൂമിയിലേക്ക് അല്പം കൂടുമ്പോഴേക്ക് മനുഷ്യ ശരീരവും മൃഗങ്ങളും പൊള്ളുകയാണ്. ഇത് മേലാപ്പ് മാത്രം അല്ല, സമൂം എന്ന് പറയുന്നത് അവർ സദാ അനുഭവിക്കുകയാണ് ചൂടുള്ള അന്തരീക്ഷം. അൽ ഹവാ ഉൽ ഹാർ, ചൂടുള്ള സദാസമയത്തും അത്യുഷ്ണമുള്ള അന്തരീക്ഷം. ഒരു മിനിറ്റ് അതിൽ നിന്ന് ഒഴിവില്ല. നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കാം. നമ്മൾ ഒരു പക്ഷേ പകലൊക്കെ ചൂടാണെങ്കിൽ രാത്രി ആര് സമാധാനം എന്ന് പറയും, രാത്രിയും ചൂടാണെങ്കിൽ സുബഹിയോട് അടുക്കുമ്പോൾ കുറച്ച് സമാധാനം എന്ന് പറയും. ഇതങ്ങനല്ല, ഇത് എല്ലാ ടൈമിലും ഫീ സമൂം, ചൂടുള്ള അന്തരീക്ഷം, ചൂടുള്ള മേലാപ്പ്. ആ ചൂട് ചെറിയ ചൂടല്ല, സമൂം എന്ന വാക്ക് വിശദീകരിക്കുമ്പോൾ പറയാം. അപ്പൊ ചൂടുള്ള ഹവ, ചൂടുള്ള കാറ്റാണ്, അന്തരീക്ഷമാണ്. രണ്ടാമത് പറയുന്നത് വഹമീം, ചൂടുള്ള ജലം, ചൂടുള്ള ചീഞ്ചലം. ആ ചൂടിന്റെ ഊക്കും നമ്മൾ ഇവിടെ കുടിക്കുന്ന ഒരു വെള്ളത്തിനുമില്ല. കാരണം നരകത്തിൽ നിന്ന് കിട്ടുന്ന ഹമീം, ചൂടുള്ള ജലം. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് യുഖത്തിഉ അംആഅഹും, അത് കുടിക്കുമ്പോഴേക്ക് അവരുടെ കൊടൽമാലകളൊക്കെ ഇങ്ങനെ കഷ്ണം കഷ്ണം കഷ്ണമായി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നരകത്തിൽ നിന്ന് കിട്ടുന്ന ചൂടുജലം ദാഹം സഹിക്കവയ്യാതെ കുടിക്കൂന്ന് വെച്ചാൽ കുടിക്കും. കുടിക്കുമ്പോഴേക്ക് മുറുക്കായി കുടിക്കാൻ വേണ്ടി അവർ തൊള്ളയിലേക്ക് വെക്കുമ്പോഴേക്ക്, നേരത്തെ അൽ കഹ്ഫ് സൂറത്തിൽ ആ വെള്ളത്തിന്റെ ഗൗരവം നമ്മൾ പറഞ്ഞു. വയസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്വിൽ വുജൂഹ. ആ വെള്ളം കുടിക്കാൻ വേണ്ടി മുഖത്തോട് അടുപ്പിക്കുമ്പോഴേക്ക് യശ്വി, അത് കരിച്ചു കളയും, അൽ വുജൂഹ, മുഖങ്ങളെ. കുടിക്കാൻ അടുപ്പിക്കുമ്പോഴേക്ക്, കുടിക്കാൻ വേണ്ടി തൊള്ളയോട് അടുപ്പിക്കുമ്പോഴേക്ക് മുഖം മൊത്തം കരിഞ്ഞു പോകുന്ന, കരിവാളിച്ചു പോകുന്ന അത്രയും ചൂടുള്ള ഒരു ജലം ദുനിയാവിൽ കിട്ടൂല. ദുനിയാവിൽ അത് കിട്ടൂല. കാരണം ദുനിയാവിൽ കിട്ടുന്ന വെള്ളം അത്യുഗ്രൻ ചൂടിലാണ് കയ്യിലെടുക്കുന്നതെങ്കിലും കൈയൊന്ന് പൊള്ളുന്നതിലൂടെ, അല്ലെങ്കിൽ അത് ചൂടിന്റെ അവസ്ഥയൊന്ന് മാറ്റുന്നതിലൂടെ തണുക്കാണ്. ഇത് കടുത്ത ചൂടുള്ള ചീഞ്ചലമാണ്. ഈ ചൂട് എങ്ങനെ നമ്മൾ തസവ്വുറാക്കും? യശ്വിൽ വുജൂഹ്, മുഖത്തെ കരിച്ചു കളയുന്ന, മുഖത്തുള്ള ഓരോ ശരീരത്തിന്റെ മാംസങ്ങളും, മുഖത്തുള്ള മാംസപേശികളൊക്കെ കരിഞ്ഞു വീഴുന്ന തരം ചൂടുള്ള ജലം. രണ്ട്. മൂന്നാമത് വളില്ലിൻ മിൻ യഹ്മൂം, വളില്ലിൻ തണലിലുമാണ്, മിൻ യഹ്മൂം കരിമ്പുകയുള്ള തണൽ. കരിമ്പുക സാദാ പുകയല്ല, നരകത്തിന്റെ പുക കരിമ്പുകയാണ്. ആ കരിമ്പുകൾക്ക് ചൂടുണ്ടോ? ചൂടുണ്ട്. ദുർഗന്ധമുണ്ടോ? ദുർഗന്ധമുണ്ട്. ശരീരത്തിൽ തട്ടുമ്പോൾ അനുഭവമുണ്ടോ? അനുഭവമുണ്ട്. ഒരു മനുഷ്യനെ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോ കാര്യമായിട്ട് വേണ്ടത് മൂന്നെണ്ണാണ്. ഒന്ന് നല്ല അന്തരീക്ഷം, നല്ല കാറ്റ്. മറ്റൊന്ന് നല്ല വെള്ളം. മറ്റൊന്ന് താമസിക്കാൻ നല്ല കൂര. താമസിക്കാനുള്ള ഒരു മേലാപ്പാണ് ഇപ്പൊ ഈ പറയുന്ന കരിമ്പുക എന്ന് പറഞ്ഞത്. നമ്മൾ താമസിക്കുന്ന മേൽക്കൂര വെയിലും മഴയൊന്നും കൊള്ളണ്ടാന്ന് കരുതി വെച്ചതല്ലേ. ഇവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന മേൽക്കൂരയായ നരകത്തിന്റെ മേൽക്കൂര കരിമ്പുകയാണ്. നരകത്തിന്റെ ആ കരിമ്പുക പറയുമ്പോ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ നരകത്തിന്റെ ആ ലില്ല്, തണൽ, അത് ഒരു ഭാഗമായിട്ട്, ഒരു ശാഖയായിട്ട്
നരകത്തിന്റെ പല ഭാഗത്തേക്കും ഇങ്ങനെ കരിമ്പുക ഇങ്ങനെ പൊന്തി പൊന്തി കളിക്കുകയാണ്. അല്ലാഹു പറയുന്നുണ്ട് നരകക്കാരോട് മൂന്ന് ശാഖകളായിട്ട്, മൂന്ന് പാർട്ടുകളായിട്ട് നരകത്തിൽ നിന്ന് പൊട്ടി പുറത്തേക്ക് വരുന്ന തണലിലേക്ക് നിങ്ങൾ പോവുക. ആ തണൽ ലാ വലീൽ, ഒരിക്കലും സുഖകരമായ ഒരു തണൽ തരുന്ന തണലല്ല. വലാ യുഗ്നി മിനൽ ലഹബ്, ആ തണലെന്ന് പറയുന്നത് തീജ്വാലയിൽ നിന്ന് മാറി നിന്നൊരു തണലുമല്ല. തീജ്വാലകളുടെ തണലാണ്. തീജ്വാല എങ്ങനെ വന്ന് അതിന്റെ കരിമ്പുകയാണ് മേലെ നിൽക്കുന്നത്. നരകം പുറത്തേക്ക് വിടുന്ന കരിമ്പുകയിൽ ചൂടും ഉണ്ട്, ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ദുർഗന്ധവും ഉണ്ട്, ഒരിക്കലും മനുഷ്യൻ സ്വീകരിക്കാൻ കഴിയാത്ത തരം ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതുകൊണ്ടാ പറയുന്നത് ഇന്നഹാ തർമീ ബിശററിൻ കൽഖസുർ, നരകം പുറത്തേക്ക് തുപ്പുന്നത്, നരകം വലിച്ചെറിയുന്നത് ബിശററിൻ, തീപ്പൊരികളെയാണ്. കൽഖസുർ, കൊട്ടാര സമാനമായ പൊരി. ഇവിടുന്ന് തീയിൽ നിന്ന് പാറുന്ന പൊരി കുറച്ച് മേലോട്ട് പോയാൽ കിട്ടുപോകുന്നു. നരകത്തിന്റെ തീ പൊരി കെടൂല. നരകത്തിലെ തീക്കട്ടയെക്കാളും കൂടുതൽ അതിന് കടുപ്പമുണ്ട്, വലുപ്പമുണ്ട്. ഒരു കൊട്ടാരം പോലത്തെ ഒരു തീപ്പൊരി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മൾ അങ്ങനത്തെ ഒരു തീപ്പൊരി കണ്ടിട്ടില്ല. നമ്മളെ വീട് പോലെ വലുപ്പമുള്ളൊരു തീപ്പൊരി പൊന്തുകയാണെങ്കിൽ എത്ര ഉണ്ടാവും? ഇന്നഹാ തർമീ, ആ നരകം തുപ്പുന്നത്, എറിയുന്നത് ബിശററിൻ, അത് തീപ്പൊരികളെയാണ്. കൽഖസുരി, കൊട്ടാരം പോലെ. ഇതൊരു സാങ്കല്പിക കഥയല്ല, അള്ളാഹുവിന്റെ കലാമാണ്. അല്ലാഹു തആലയാണ് ഈ പറയുന്നത് നരകത്തിന്റെ തീപ്പൊരികളെ പറ്റി. കഅന്നഹു ജിമാലത്തുൻ സുഫുർ, അതിന്റെ നിറം പറഞ്ഞു മഞ്ഞ ഒട്ടകങ്ങളെ പോലെ. കാണാൻ നല്ല ചുറുക്കുള്ള മഞ്ഞ ഒട്ടകം പോലെ മഞ്ഞ പൊരി നരകത്തിൽ നിന്ന് പൊന്തുകയാണ്. ഇവിടെയും സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പറഞ്ഞു ലാ ബാരിദിൻ വലാ കരീം, ഈ തണല് സാധാരണ ഒരാൾ തണല് കൊള്ളുന്ന തണുപ്പിനാണ്. ലാ ബാരിദിന്, ഇത് തണുപ്പ് നൽകൂല. വലാ കരീമിൻ, ഒരു ഉപകാരപ്രദവും ഈ തണല് കൊണ്ടില്ല. കാര്യം അതിന്റെ ചൂട് കൊണ്ടും ദുർഗന്ധം കൊണ്ടും മനുഷ്യൻ അവിടെ വിഷമിക്കുകയാണ്. സാധാരണ തണൽ കൊള്ളുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് തണുപ്പിനാണ്, അവിടെ തണുപ്പില്ല. മറ്റൊന്ന് ഈ തണുപ്പില്ലെങ്കിലും ചെറിയ രൂപത്തിൽ ഒരു ആശ്വാസം തണല് കൊണ്ട്. തണുപ്പൊന്നുമില്ല, എന്നാലും വെയിൽ കൊള്ളുന്നില്ല, പറ്റ ചൂടേൽക്കുന്നില്ല, അതും ഇവിടെ ഇല്ല. കാരണം സ്വർഗക്കാർക്കാണ് അല്ലാഹു തആല മഹത്തായ മാന്യമായ തണല് കൊടുക്കുന്നത്. ഇനി അതിന്റെ കാരണം പറയാം. ഇവര് നരകത്തിൽ കടക്കാനുള്ള കാരണം ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ, ഈ നരകക്കാര് ഇതിനു മുമ്പ് ദുനിയാവിൽ ജീവിക്കുമ്പോ കാനൂ ഖബ്ല ദാലിക, ഇതിനു മുമ്പ് അവര് മുത്റഫീൻ, പരിധി ലംഘിച്ച് സുഖിക്കുന്നവരായിരുന്നു, പരിധി വിട്ട് ഉല്ലസിക്കുന്നവരായിരുന്നു, നന്ദി ചെയ്യുന്നവരായിട്ടില്ല, അല്ലാഹുവിന്റെ ഖുദ്റത്തും ഇറാദത്തും സമ്മതിക്കുന്നവരായിട്ടില്ല. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ, ധിക്കാരികളായി സുഖിക്കുന്നവരായിരുന്നു. എന്തും ആവാം, ദുനിയാവിൽ എങ്ങനെയും ജീവിക്കാം എന്നാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെ കഴിയുന്നവരായിരുന്നു. അവരെ ആ അഹങ്കാരത്തിന്റെ ഊക്കാണ് അല്ലാഹു താഴെ പറയുന്നത് വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം, ഈ പരിധി വിട്ട് സുഖിക്കുന്നവർ വകാനൂ യുസിറൂൻ, അവർ ഉറച്ചു നിന്നിരുന്നു അലൽ ഹിൻസിൽ അദീം, ഒരു വലിയ കുറ്റത്തിന്റെ മേൽ, ഒരു വലിയ തെറ്റിന്റെ മേൽ. ഏറ്റവും വലിയ തെറ്റേതാ? ശിർക്കാണ്. ഇന്ന ശിർക്കൽ ദുൽമുൻ അദീം, ഏറ്റവും വലിയ കുറ്റവും തെറ്റും ചെയ്ത് ജീവിച്ചിരുന്ന ദുർമാർഗികളാണ്, സത്യനിഷേധികളാണ്. അവർക്കാണ് ഈ നരകത്തിന്റെ സെറ്റപ്പ് എങ്കിലും നരകത്തിൽ പ്രവേശിക്കുന്ന മുവഹിദുകളായ ആളുകളും നരകത്തിന്റെ തീപ്പൊരിയും മറ്റും അനുഭവിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആള് അബൂ ത്വാലിബാണ്.
അഹ്വനു അഹ്ലിന്നാരി അദാബൻ അമ്മി അബൂ ത്വാലിബ്, നരകക്കാരിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആള് എന്റെ അമ്മ, എന്റെ ഉപ്പയുടെ സഹോദരൻ അബൂ ത്വാലിബാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ത്വാലിബാണ് നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആള് എന്ന് പറയുമ്പോൾ ആ ചെറിയ ശിക്ഷയുടെ കടുപ്പം തങ്ങൾ പറഞ്ഞു അബൂ ത്വാലിബിന് 2 ചെരുപ്പ് ധരിപ്പിക്കുകയാണ്. നഅലാനി മിന്നാർ, തീയിനാൽ നിർമ്മിതമായ 2 ചെരുപ്പ്. നമ്മളാരും ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ചെരുപ്പ്. ആ ചെരുപ്പിന്റെ നിർമ്മിതി അത് ഉണ്ടാക്കി വെച്ചത് തീയിനാലാണ്. തീ കൊണ്ടുണ്ടാക്കിയ ഈ 2 ചെരുപ്പ് ധരിക്കുമ്പോ അതുകൊണ്ട് കിട്ടുന്ന ഒരു ബുദ്ധിമുട്ട് നോക്ക് നിങ്ങൾ. അബൂ ത്വാലിബിന്റെ ശരീരം മൊത്തം തീയിലല്ലെങ്കിലും അബൂ ത്വാലിബിന്റെ മൊത്തം ശരീരം തീക്കുണ്ടാരത്തിലല്ല. തീയിന്റെ 2 ചെരുപ്പാണ് കാലിൽ ധരിക്കുന്നത്. ഒരു ചെറിയ എല്ലാവരും ശരീരം കത്തിയാളുന്നത് പോലെ അബൂ ത്വാലിബിന്റെ ശരീരം കത്തിയാളുന്നില്ല. അത് നബി തങ്ങളെ പ്രത്യേക ഒരു ശഫാഅത്ത് കൊണ്ട് റെക്കമെൻഡ് കൊണ്ട് കിട്ടിയ ഒരു അളവാണ്. ആ തീയിനാലുള്ള ചെരുപ്പ് ധരിക്കുമ്പോഴും യഗ്ലി മിൻഹുമാ ദിമാഗുഹു, ആ 2 ചെരുപ്പിന്റെ കാരണം തലച്ചോറ് തിളച്ചു മറിയും. അപ്പൊ തലച്ചോറിൽ വരെ ആ ചെരുപ്പിന്റെ ചൂട് ശരീരത്തിന്റെ ഓരോ ഞരമ്പിലും ഓരോ മാംസത്തിലും അനുഭവിക്കുന്നുണ്ട്. തലച്ചോറ് തിളച്ചു മറിയാൻ മാത്രമുള്ള ചൂട് എന്ന് പറഞ്ഞാൽ എത്ര വലിയ ചൂടാ സഹോദരങ്ങളെ. താപനില കൂടിയത് കൊണ്ട് തലവേദന സഹിക്കാൻ പറ്റാത്ത ആളുകളാണ് നമ്മൾ. ഇപ്പൊ ചൂട് കൂടുതലുകൊണ്ട് തലവേദന സഹിക്കാൻ കഴിയുന്നില്ല, പനി സഹിക്കാൻ കഴിയുന്നില്ല. അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്നതല്ല. ചെറിയ ചെറിയ ഭാഗങ്ങളിൽ രോമങ്ങളിലും രോമക്കുത്തുകളിലും മറ്റും ഏൽക്കുന്ന ഒരു പനിയും തലവേദനയും. ഇത് തലയുടെ ഉള്ളിലുള്ള തലയോട്ടിയും തലയും മൊത്തം മറിയുന്ന തലച്ചോറ് ഇങ്ങനെ തിളച്ചു മറിയാൻ ആ ജാതിയുള്ള ആ രീതിയിലുള്ള ചെരുപ്പ് അത് ധരിക്കുമ്പോൾ തന്നെ എത്ര ഗൗരവമുണ്ട്. അതാണ് നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുമ്പോൾ പിന്നുള്ളതൊക്കെ ഗൗരവം തന്നെയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകക്കാരുടെ ശിക്ഷ പറയുമ്പോൾ നമ്മൾ നന്നായി ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു വിഷയം, ആ നരകത്തിൽ കടക്കും എന്ന് അല്ലാഹു തആല നിശ്ചയിച്ച് ഉറപ്പിച്ചു പറഞ്ഞ അരുതായ്മകൾ അനാവശ്യങ്ങൾ ഒന്നും വരാതെ സൂക്ഷിക്കുന്നവരാകണം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വഅസ്ഹാബുശ് ശിമാലി മാ അസ്ഹാബുശ് ശിമാൽ, ഞാൻ ആ സമൂമും ഹമീമും ഒന്ന് വിശദീകരിക്കാം. വഅസ്ഹാബുശ് ശിമാലി മാ അസ്ഹാബുശ് ശിമാൽ, നരകക്കാർ ഹതഭാഗ്യർ. ഇടത്തെ കൈയിൽ കിതാബ് ലഭിക്കുന്ന ആളുകൾ പിന്നെ വലത്തെ കൈയിലേക്ക് മാറൂല. ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടിയാൽ കഴിഞ്ഞു, ഏകദേശം അവന്റെ കഥ തീരുമാനായി. വഅസ്ഹാബുശ് ശിമാലി മാ അസ്ഹാബുശ് ശിമാൽ, എന്താണ് ഈ അസ്ഹാബുശ് ശിമാൽ? എന്താണ് ഇടത്തെ കൈയിൽ കിതാബ് കിട്ടുന്ന ഹതഭാഗ്യരുടെ അവസ്ഥ? 3 അല്ലാഹു തആല എണ്ണി പറഞ്ഞു. സമൂമു ഹമീം, ഓല് നരകത്തിലാണ് എന്നല്ല അല്ലാഹു പറഞ്ഞത്. ആ നരകത്തിലുള്ള 3 അവസ്ഥ പറഞ്ഞതാണ്. ചെറിയ അവസ്ഥ പറഞ്ഞ് വലുതിലേക്ക് തുടങ്ങുകയാണ്. ഒന്നാമതായി അവർക്ക് മേൽ അടിച്ചു വീശുന്ന തീക്കാറ്റ്, ഫീ സമൂം, തീക്കാറ്റ്. തീക്കാറ്റും അതുപോലെ തന്നെ ചൂടുള്ള ചീഞ്ചലവും. ദുനിയാവിൽ ഒരു മനുഷ്യൻ ഉപകാരം കൊള്ളുന്ന 2 വസ്തുക്കൾക്ക് നേരെ മാറ്റം. നരകത്തിലെ അന്തരീക്ഷവും നരകത്തിലെ വെള്ളവും ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള അവസ്ഥ എങ്ങനെ? ഇതാണ് അല്ലാഹു തആല ചെറുതാ പറഞ്ഞത്, മഹാന്മാര് പറഞ്ഞത്. ഫീഹി ഇശാറത്തുൻ ബിൽ അദ്നാ ഇലൽ അഅല, ചെറുതു പറഞ്ഞ് വലുതിലേക്ക് നമുക്ക് സൂചന തരികയാണ്. നരകത്തിന്റെ വലിയ ചിത്രം പറഞ്ഞല്ല, ചെറിയ ചിത്രമാണ്. ഇതാണ് നരകെന്ന് മാത്രം ഉൾക്കൊള്ളണ്ട, ഇതിലപ്പുറമാണ്. നരകക്കാരന്റെ മൊത്തം ശിക്ഷ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടില്ല. സ്വർഗക്കാർക്കുള്ള മൊത്തം സുഖവും അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ല. രണ്ടും പറഞ്ഞിട്ടില്ല. പിന്നെ രണ്ടും എന്താണ്? സൂചനകളാണ്. സ്വർഗം അത് വർണ്ണിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് സൂറത്തു സജ്ദയിൽ അല്ലാഹു തആല
സ്വർഗത്തെ പറ്റി പറഞ്ഞിടത്ത് ആ വിഷയം നമുക്ക് പഠിപ്പിച്ചു തന്നു. സ്വർഗം എന്ന് പറയുന്നത് ആളുകൾ അങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ച് തീരുമാനിക്കേണ്ട ഒന്നല്ല. അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് മാല ഐനുൻ റഅത് അമ്മല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി. അല്ലാഹു തആല ഈമാനും സുഹൃതങ്ങളും ഉള്ള ആളുകൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് അവർക്കൊക്കെ ഖുർറത്ത് അയ്യുൻ, കൺകുളിർമയാകുന്ന ഒരു സുഖം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയാനുള്ള കാരണം, കൺകുളിർമയാർന്ന സുഖം എന്ന് പറയാൻ കാരണം വർണ്ണിച്ചാൽ തീർക്കാൻ കഴിയൂല സ്വർഗം. അത്രയും സുഷുപ്തികൾ, സന്തോഷങ്ങൾ അതിൽ കൂടുതലാണ്. നരകമോ, നരകത്തിന്റെ ഭയാനകത ഒരാൾ വിശദീകരിച്ചുകൊണ്ട് തീർക്കാൻ കഴിയൂല, അത്രയും വലുത്. നരകത്തിന്റെ ചൂട്, സമൂം ചൂടുകാറ്റ്, ഏറ്റവും കൂടുതൽ തണുപ്പുണ്ടാകേണ്ട കാറ്റ്, തണുപ്പ് നൽകേണ്ട കാറ്റ് ഇത്രയും ഊക്കുള്ള ചൂടിലാണെങ്കിൽ ബാക്കിയുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ എന്നാണ് അല്ലാഹു പറയുന്നത്. ആശ്വാസത്തിനുള്ള ഒരു തണുപ്പ് നൽകുന്ന ഒരു കാറ്റ്, ആശ്വാസത്തിന് കുടിക്കാനുള്ള വെള്ളം, അത് രണ്ടും തീവ്രമായ ചൂടിലാണെങ്കിൽ ബാക്കിയുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും നരകക്കാരുടെ? അവരുടെ വസ്ത്രം, ബാക്കിയുള്ള കൂട്ടം അവരെ വസ്ത്രം, അവർക്ക് ആ നരകത്തിൽ അല്ലാഹു തആല കൊടുക്കുന്ന മറ്റു ശിക്ഷകൾ അതുകൊണ്ട് തീരുന്നില്ല. വെറും ഒരു ചൂട് ഇങ്ങനെ കത്തിച്ചിട്ട് നരകക്കാരന്റെ ശരീരം ഇങ്ങനെ കത്തിക്കാന്ന് കരുതണ്ട. ഒരു ഹദീസിൽ കാണാം, കുല്ലു മുഅ്ദിൻ ഫിന്നാർ, ദുനിയാവിൽ ഉപദ്രവം ചെയ്യുന്ന എല്ലാ ജീവികളും നരകത്തിലുണ്ട്. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ എടങ്ങേറാക്കുന്ന എന്തെല്ലാം തരം പ്രാണികളുണ്ട് ഒക്കെ നരകത്തിൽ. എന്തെല്ലാം ഇഴജന്തുക്കളുണ്ട്, എന്തെല്ലാം വന്യജീവികളുണ്ട്, എന്തെല്ലാം സാധനങ്ങളുണ്ട് ഇടങ്ങേറാക്കുന്നത്, ഒക്കെ നരകത്തിൽ. ഏതാണ്ട് മൂട്ടടക്കം നരകത്തിൽ. നരകത്തിലെ മൂട്ട ചാകൂല, നരകത്തിലെ പാമ്പ്, തീയിലുള്ള പാമ്പ ചാകൂല. നരകത്തിന്റെ തേള്, ആ തേളിന്റെ ഒരു കടി ഒരൊറ്റ കുത്ത് തേളൊന്ന് കുത്തിയാൽ എങ്ങനെ ഉണ്ടാകും? നരകത്തിൽ കടിക്കുന്ന വന്യമൃഗങ്ങൾ എത്ര ഊക്കിലായിരിക്കും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നരകം ചില്ലറയല്ല. നരകത്തിന്റെ ഭയാനകത കൊണ്ടാണ് മുഅ്മിനീങ്ങളെ ഏത് നിസ്കാരത്തിലും അല്ലാഹു കാവൽ ചോദിക്കാൻ വേണ്ടി നരകം വെച്ചത്. ഖബർ ശിക്ഷ കാവൽ ചോദിക്കേണ്ട ഒന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ളത് വമിൻ അദാബിന്നാർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിന്നാർ. 5 വക്ത് നിസ്കാരത്തിലും നമ്മൾ കാവൽ ചോദിക്കുന്നു. സുന്നത്ത് നിസ്കാരത്തിലും കാവൽ ചോദിക്കണം. സുന്നത്ത് നിസ്കാരത്തിലും കാവൽ ചോദിക്കണം. വെറുതെ നിസ്കരിച്ചു പോയാൽ പോരെ, മടിയന്മാരാകരുത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞ് കയ്യിന് പൊന്തിക്കുമ്പോഴേക്ക് സലാം പൂട്ടും. അവരാണ് ഏറ്റവും വലിയ മഹാമടിയന്മാർ സുന്നത്ത് നിസ്കാരത്തിൽ. പിന്നെ ഈ ദുആ ആർക്കുള്ള? പിന്നെ അത് കഴിഞ്ഞ ആലിന്റെ മേലെ സ്വലാത്തില്ലേ, അതാർക്കുള്ള? അതിലേറ്റവും വലിയ മടിയന്മാരാണ് തറാവീൻ ഇമാമുക്കടെ ഇമാമിൻ. ഞാൻ ഓരോ ചീത്ത അറിയില്ല. ഓൽക്ക് ദഹിച്ചാലും മതി, ദഹിച്ചാലും മതി, സൗകര്യം നിൽക്കണ്ട, വേറെ കാളമുട്ടിനെ പോലെ. ഒരു പണി, ഒരു ഏർപ്പാട് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായ രീതി ചെയ്യണ്ടേ. എന്നെ ആകുലേ പഠിച്ചതിനകത്ത് സമാധാനം പറയേണ്ടില്ല. ഈ കാണുന്ന മുഅ്മിനീങ്ങൾ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നുള്ളതിന് ഇമാമു സലാം വീട്ടി. സലാം വീട്ടി നല്ല തക്ബീറിലേറ്റ് വജ്ജത്ത് കഴിഞ്ഞ അടുത്ത വാത്ത് തുടങ്ങി. അതിലൊന്നും ഒരു കാര്യമില്ല. വെറുതെ ആ ഏർപ്പാട് നിൽക്കണം. കാര്യമായിട്ട് എന്തേലും ചെയ്തോളൂ. ഒരു മാസമല്ലേ ഉള്ളൂ ആകെ. ഒരു മാസം റമദാൻ മാസം നിസ്കരിച്ച നിസ്കാരല്ലേ. 12 മാസം നിസ്കരിക്കാൻ പറഞ്ഞ തറാവി പറഞ്ഞതിന് കഥ കാണായിരുന്നു. ആ സ്വഹാബത്തിന്റെ ആവേശം കൊണ്ടെങ്ങാനും തറാവി ഫർളായിട്ടുണ്ടെങ്കിൽ നമ്മളെ കഥ എടുക്കാണ്ടാവില്ല. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടുള്ള അനുകമ്പ കൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങാന്നാണ് 3-ാമത്തെ ദിവസം. നബിതങ്ങളെങ്ങാനും ആവേശം സമ്മതിച്ചുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി അതൊന്ന് ഫർളാക്കപ്പെട്ടിരുന്നെങ്കിൽ, തങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു കുഴപ്പമില്ല, ഓൽക്കെന്താ കുഴപ്പം? അഗ്നിപർവ്വതം മുറിച്ചു കടക്കാൻ സന്നദ്ധരാണ് അവർ. ഞങ്ങളോട് തീ കത്തുന്ന ഒരു പർവ്വതമാണ് മുറിച്ചു കിടക്കണം എന്ന് പറഞ്ഞാൽ റെഡിയാ ഞങ്ങള്. സ്വഹാബത്ത് കര കാണാത്ത ഒരു കടൽ നീതി കടക്കൂ നിങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അമാദിച്ചു നിൽക്കൂല, കടക്കും ഞങ്ങൾ.
അത്രയും ഇബാദത്തിൽ ഊക്കുള്ളവരാ. പക്ഷേ നിങ്ങളെ നോക്കിയാ പോലെ എനിക്ക് ശേഷം കുറെ ആൾക്കാർ വരാനുണ്ട്. നിങ്ങൾ എന്നെ കണ്ടവരാണ്, എന്റെ മൂജിസത്ത് കണ്ടവരാണ്. ഞാൻ ഓതിത്തരുന്ന ഖുർആൻ നേരിട്ട് ജിബ്രീൽ വന്ന് എനിക്ക് കൈമാറി ഞാൻ നിങ്ങൾക്ക് ഇരുന്ന് കേട്ടവരാണ്. ശേഷം വരുന്നവർ ദുർബലരാണ്, എന്റെ ഉമ്മത്താണ് അവർ കഴിയൂല. അതുകൊണ്ട് അവരും കൂടി പരിഗണിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി വരാതിരുന്നത്. ആ മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം തങ്ങളൊന്ന് വന്നിരുന്നെങ്കിൽ ഇത് ഫർളായാൽ പോയി കാര്യം. എന്നാൽ ആ സുന്നത്തിനെ ചെറിയ മഹത്വമൊന്നല്ല. നിങ്ങൾ ളുഹറിന്റെയും അസറിന്റെയും മഗ്‌രിബിന്റെയും ഒക്കെ സുന്നത്ത് നിസ്കരിക്കുന്നവരാണ്. വിഷയം പറഞ്ഞ് മറക്കണ്ട, എല്ലാ നിസ്കാരത്തിലും കാവൽ ചോദിക്കപ്പെടുന്ന കാവലുകളാണ് ഖബറും നരകവും. മയ്യത്ത് നിസ്കാരത്തിലും ചോദിക്കില്ലേ, അല്ലാഹുമ്മ അഈദുഹു മിൻ അദാബിൽ ഖബരി വ ഫിത്നതിഹി വ മിൻ അദാബിൻ നാർ. ഇലാ ചോദിക്കാത്ത. അതുകൊണ്ട് അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് അതിന് നിൽക്കണ്ട. ഈ ദുആ ചൊല്ലോളി. നരകാണ് ഈ പറയുന്നത്, നരകാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലിഹി. അപ്പോഴേ അത്തഹിയാത്ത് ആ സുന്നത്ത് നിസ്കാരം കുറച്ച് കാമിലാകുള്ളൂ. വഅലാ ആലിഹി ചൊല്ലാത്ത സുന്നത്ത് നിസ്കാരം പൂർണ്ണല്ല. കാരണം അബാദ് സുന്നത്താണത്. ആലിന്റെ മേൽ സ്വലാത്തല്ലൽ, അബാദ് സുന്നത്താണ്. നിങ്ങൾ തറാവീന്റെ ഇമാമിനോട് ചോദിച്ചു നോക്കണ്ടി, എവിടെ നിങ്ങൾ സലാം വീട്ടി എവിടെ ചൊല്ലിയിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞ അത്തഹിയാത്ത് നിർത്തണമെങ്കിൽ അത് രണ്ട് അത്തഹിയാത്ത് നമസ്കാരമാണ്. രണ്ട് അത്തഹിയാത്ത് ഉള്ളതിൽ ഒന്നാമത്തെ അത്തഹിയാത്ത് എവിടെ നിർത്തണം? പറയുങ്ങൾ എവിടെ നിർത്തണം? നമ്മളിപ്പോ രണ്ട് അത്തഹിയാത്തിൽ ളുഹർ നിസ്കരിക്കൂലേ, അസ്ർ നിസ്കരിക്കും, മഗ്‌രിബ് നിസ്കരിക്കും, ഇശാ നിസ്കരിക്കും. ഒന്നാമത്തെ അത്തഹിയാത്തിന്റെ എൻഡ് എവിടെ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി. അവിടെ ചൊല്ലൽ കറാഹത്താണ്. കാരണം ഒന്നാമത്തെ അത്തഹിയാത്തിൽ ആലിന്റെ മേലെ സ്വലാത്ത് സുന്നത്ത് ഇല്ല. രണ്ടാമത്തെ അത്തഹിയാത്ത് എന്ന് പറയുന്നതും ഒരു അത്തഹിയാത്ത് എന്ന് പറയുന്നതും ഒന്നാണ്. കാരണം രണ്ടാമത്തെ അത്തഹിയാത്ത് തീരാണ്, സലാം വീട്ടുന്ന അത്തഹിയാത്താണ്. ഇതേ അത്തഹിയാത്താണ് രണ്ട് അത്തഹിയാത്തില്ല, ഒരു അത്തഹിയാത്ത് മാത്രമാണെങ്കിലും സലാം വീട്ടുന്ന അത്തഹിയാത്താണ്. ആ അത്തഹിയാത്തിന്റെ അവസാനം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ല വഅലാ ആലിഹി കൂടി ചൊല്ലണം. ശേഷം ഈ ദുആ ഒഴിവാക്കൽ കറാഹത്താണെന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈൻ. ഏത് ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വ മിൻ അദാബിൻ നാരി വ മിൻ ഫിത്നത്തിൽ മഹ്യായ വൽ മമാ. ഇന്ന് മുതൽ എല്ലാ സുന്നത്തിലും ചൊല്ലിയോളണം, മറക്കരുത്. നിങ്ങൾ ക്ലാസ്സിന് വന്ന് കൂ കേട്ടുപോയാൽ പോലെ നരക പറയുന്നത്. നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാത്ത ഒറ്റ സുന്നത്ത് നിസ്കാരം ഉണ്ടാകരുത്, ഒറ്റ ഫർദ് നിസ്കാരം ഉണ്ടാകരുത്. ഫർദ് നിസ്കാരത്തിൽ ഇപ്പൊ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞ് വഅലാ ആലിഹി എന്ന് പറഞ്ഞ് സലാം കിട്ടിയാലും നിസ്കാരം ശരിയാകും. കാമിലാകൂല. കാരണം കറാഹത്ത് ഒരുമിച്ചുകൂടെ നിസ്കാരം എങ്ങനെ കാമിലാകുന്നു? തറാവീഹിൽ ഒറ്റ തറാവീഹിൽ ഈ ദുആ ചൊല്ലുന്നെങ്കിൽ ആ നിസ്കാരം എങ്ങനെ കാമിലാകുന്നത്? കാമിലാകൂല. സുന്നത്ത് ഒഴിവാക്കിയ നിസ്കാരം കാമിലാകൂല. കറാഹത്ത് ഉൾപ്പെട്ട നിസ്കാരം കാമിലാകൂല. കുറച്ചെങ്കിലൊക്കെ കാമില രൂപത്തിൽ നിസ്കരിക്കണ്ടേ? അതിന് ഏത് സുന്നത്ത് നിസ്കാരത്തിനും ഇനി എങ്ങനെ ചൊല്ലണം? അത്തഹിയാത്ത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി അവിടെ നിർത്തുകയാണെങ്കിൽ സലാത്തുകൾ ഫുൾ ഇല്ലാണെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ അത്രയെങ്കിലും. പിന്നെ എന്ത് ചൊല്ലണം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു മൊത്തല്ല ഈ ദുആ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വ മിൻ അദാബിൻ നാർ വ മിൻ ഫിത്നത്തിൽ മഹ്യായ വൽ മമാത് വ മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. നിങ്ങൾ ഈ ക്ലാസ്സിന് വന്നു. ഇന്ന് മുതൽ ഏത് സുന്നത്ത് നിസ്കരിക്കുമ്പോഴും ഈ ദുആ ചൊല്ലണം. നമ്മൾ കാവൽ ചോദിക്കുന്ന 4 കാവലും ഭയാനകമായ വിഷയമാണ്. ഞാൻ ആ 4 പിന്നെ സൗകര്യം പോലെ വിശദീകരിക്കും. അതിലൊന്നാണ് വമിൻ അദാബിൻ നാർ, ഖബർ ശിക്ഷ. ആദ്യം നമ്മൾ കാണാൻ പോകുന്ന അതാണ്. ഖബർ കഴിഞ്ഞിട്ടാണല്ലോ നരകം. അതാ രണ്ടാമത് വമിൻ അദാബിൻ നാർ, നരക ശിക്ഷയിൽ നിന്ന് കാക്കണേ. നരക ശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല കാവൽ ചോദിക്കുക. നിങ്ങൾ ദുആ കിട്ടും, ക്രിസ്ത്യാനികളെ ദുആ കിട്ടും. എന്നാ കുറച്ച് കേൾക്കാൻ പോയിക്കൂടാ, അതിൽ പോയി കൂടണ്ടെന്നുള്ളൂ. ഇവിടെ പോയി നോക്കി അഗസ്റ്റ്യമേ ഹോസ്പിറ്റലിൽ രാവിലെ നിങ്ങളറിയ കിട്ടണം. ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു ഉസ്താദ് അവിടെ ഹോസ്പിറ്റലിലായപ്പോൾ പോയി നിൽക്കേണ്ടി വന്നതാണ്. അല്ലാതെ ദ്വാ ആമീൻ പറയാൻ പോയതാണ്. രാവിലെ വൈകുന്നേരമുള്ള ദ്വാല് കേട്ടില്ലേ? നരകത്തിൽ നിന്ന് കാക്കണേ, നരകശിക്ഷയിൽ നിന്ന് കാക്കണേ. ആയിഷ ബീവി അത്ഭുതപ്പെട്ടെന്താന്നറിയാം.
ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും ഒരു യഹൂദി കാവൽ ചോദിക്കുന്നു. യഹൂദി ആയിഷ ബീവിന്റെ അടുത്ത് വന്ന് ആയിഷ ബീവിന്റെ അടുത്ത് കൂടെ നടന്നു പോകുമ്പോ യഹൂദിയായ മനുഷ്യൻ ജൂതൻ നരക ശിക്ഷയെന്നും ഖബർ ശിക്ഷയെന്നും കാവൽ ചോദിക്കുമ്പോ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ അവര് നരക ശിക്ഷയെന്ന് കാവൽ ചോദിക്കുന്നുണ്ട്, അവര് ഖബറിന്റെ അദാബെന്ന് കാവൽ ചോദിക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ആയിഷ അവര് ഖബർ ശിക്ഷയെന്നും നരക ശിക്ഷയെന്നും കാവൽ ചോദിക്കുന്നുണ്ട് എന്നുള്ള അജബായി തോന്നുന്നുണ്ടോ? അവർക്ക് ബോധ്യമുണ്ട് അത് ഹക്കാണ്, അവർക്ക് ഒന്നിനെ വിശ്വസിക്കാൻ കഴിയാത്തുള്ളൂ. ഞാൻ അല്ലാഹുവിന്റെ റസൂലാന്നുള്ളത് അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ ആ കാവൽ ചോദിക്കുന്ന അർത്ഥമില്ല. അവർക്കറിയാം ഖബറിൽ ശിക്ഷ ഉണ്ട്, നരകത്തിന് ശിക്ഷ ഉണ്ട്, നരകമുണ്ട്, അത് അവർക്കറിയാം. നരകം പോലും വിശ്വസിക്കുന്നുണ്ട്, സ്വർഗം ഉണ്ടെന്ന് പോലും വിശ്വസിക്കുന്നുണ്ട്. ആ സ്വർഗത്തിലേക്ക് പോകുന്ന പാലത്തിൽ ഞങ്ങളെയും കൂടെ കൂട്ടണേ യേശുനാഥ. നിങ്ങൾ കേട്ടുകൊണ്ട് കൈപിടിക്കണേ. ശരിക്കും നമുക്ക് കിട്ടാത്തോണ്ട് നമ്മളെ മനപ്പാടാക്കണല്ല. ഞങ്ങൾ അവിടെ താമസിക്കുമ്പോ കൂടുതൽ അവിടെ പറഞ്ഞ നേരെ മേലെ ഒരു കുന്ന്, ആ കുന്നിന്റെ മേലെ ഒരു പള്ളി. അപ്പൊ ഈ പ്രാർത്ഥന ഇങ്ങനെ കേൾക്കുമ്പോ ചില പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ കാതോർക്കുമ്പോ ചിലത് മനസ്സിലാവില്ല, ചിലത് ഇങ്ങനെ മനസ്സിലാവും. അതിലുള്ളതാ കൈപിടിക്കണേ. 2-3 സ്ഥലത്ത് കൈപിടിക്കണേ പറയാം, പക്ഷെ അതിന്റെ മുമ്പുള്ള എന്താണെന്ന് തിരിയില്ല. എല്ലാരും ഉണ്ട് നരകം നരകം എല്ലാരും പറയുന്നുണ്ട്, നരകണ്ട്, നരകമില്ല എന്നാരോ പറയണ്ടോ? എന്താ ജൂതന്മാര് പറഞ്ഞത്? ജൂതന്മാര് പറഞ്ഞത് ലൻ തമസ്സനന്നാർ ഇല്ലാ അയ്യാമം മഅദൂദ. മുഅ്മിനീങ്ങളോട് മദീനക്കാരോട് പറഞ്ഞ നരകം ഞങ്ങളെ കുറച്ച് സമയത്തോടുള്ളൂ, ഞങ്ങൾ കുറച്ചേ നരകത്തിലുണ്ടാവുള്ളൂ, പിന്നെ ബാക്കിയൊക്കെ ഞങ്ങളാ ഉണ്ടാകാൻ. ആരോട്? മുഅ്മിനീങ്ങളോട് ജൂതന്മാരെ പറിച്ചിട്ട് ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമം മഅദൂദ. നരകണ്ടല്ലോ, ഒരു വിശ്വാസമാണ്, നരകത്തിൽ ഞങ്ങൾ കടക്കൂല കുറഞ്ഞ ദിവസമല്ലാതെ. അപ്പോ സ്വഹാബത്ത് ചോദിച്ചു, ബാക്കി ആരാണ്? ബാക്കി നിങ്ങളുണ്ടാവും നരകത്തിൽ. സ്വഹാബത്തിനോട് അല്ലാഹു തആലയുടെ ചോദ്യം ചോദിക്കൂ നബിയേ, ഖുൽ അത്തഖൽതും ഇൻദല്ലാഹി അഹദ. ഇങ്ങനെ നിങ്ങളെ നരകത്തിലിടൂ എന്നതിന് അല്ലാഹുവിനോട് നിങ്ങൾ വല്ല കരാറ് ചെയ്തിരുന്നോ? അല്ലാഹുവിനോട് നിങ്ങൾ വല്ല വാക്കും നിങ്ങൾക്ക് അല്ലാഹു തന്നിരുന്നോ? കുറച്ചു കാലമേ നിങ്ങളെ നരകത്തിലിടൂ എന്ന് അവര് പറഞ്ഞ. ഞങ്ങൾ നരകത്തിൽ കടക്കും കുറച്ചു കാലം. പിന്നെ ഓലും ക്രിസ്ത്യാനികളും തമ്മിൽ തർക്കമായി. ക്രിസ്ത്യാനികൾ പറഞ്ഞു നിങ്ങളാ നരകത്തിലും, ജൂതന്മാർ ഓരോട് പറഞ്ഞു നിങ്ങളാ നരകത്തില്. അല്ലാഹു തആല പറഞ്ഞു, 2 കൂട്ടരും പറഞ്ഞു തീരുമാനം നമ്മളാക്കുന്നു. എന്താ തീരുമാനം? ഈമാനുള്ളവർ സ്വർഗത്തിലാണ്, ഈമാനുള്ളവരെ സ്വർഗത്തിൽ പ്രവേശിക്കൂ, അല്ലാത്തവർ പ്രവേശിക്കൂല. ലൻ യദ്ഖുലൽ ജന്ന. ഒരു പറഞ്ഞ സൂറത്തുൽ ബഖറ, ലൻ യദ്ഖുലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ. നമുക്ക് ഓതി തരുന്ന ആയത്താണത്. അവർ പഴയ കാലത്ത് പറഞ്ഞാണ്, നബിതങ്ങളുടെ കാലത്ത് സ്വർഗ്ഗത്തിൽ കടക്കൂല ഇല്ലാ മൻ കാന ഹൂദൻ, യഹൂദികളായവരല്ലാതെ, ഔ നസാറാ, ക്രിസ്ത്യാനികളായവരല്ലാതെ. അല്ലാഹു തആല പറഞ്ഞു, ചോദിക്കൂ നബിയെ, അഅൻതും അഅലമു അമില്ലാ, നിങ്ങളാണോ കൂടുതൽ വിവരമുള്ളവര്? നരകത്തിൽ ആരാ പോകേണ്ടത്? അതല്ല, അല്ലാഹു ആണോ? അല്ലാഹു തആല നരകം ആർക്കാ തയ്യാറാക്കിയത്? ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നരകം അല്ലാഹു, സ്വർഗ്ഗം അല്ലാഹു തയ്യാറാക്കിയത് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നരകം തയ്യാറാക്കിയത് ഉഇദ്ദത് ലിൽ കാഫിരീൻ. രണ്ടും അല്ലാഹു പറഞ്ഞില്ലേ, ഉഇദ്ദത് നരകം തയ്യാറാക്കപ്പെട്ടു ലിൽ കാഫിരീൻ, നിഷേധികൾ, അല്ലാഹുവിനെ വിശ്വസിച്ചില്ല, നബി തങ്ങളെ വിശ്വസിച്ചില്ല, അന്ത്യനാൾ വിശ്വസിച്ചില്ല, അവർക്കല്ലേ നരകം. സ്വർഗം തയ്യാറാക്കിയത് മുത്തഖീൻ, അല്ലാഹുവിനെ വിശ്വസിച്ചു, നബി തങ്ങളെ വിശ്വസിച്ചു, അന്ത്യദിനം വിശ്വസിച്ചു. ആ മുത്തഖീങ്ങൾ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. അതുപോലെ പരിപാടി അത് പറയാൻ. അപ്പൊ ആ നരകത്തിലെ കാറ്റ് സമൂം, ചൂടുള്ള കാറ്റ്. അതന്നെ പക്ഷെ അവര് ഒരു അത്ഭുതം നമുക്ക് തോന്നുന്നത് അല്ലാഹു തആലാന്റെ വാക്കിലെ വേദഗ്രന്ഥം കൊടുത്തിട്ട് ഒരു കാഫിറായല്ലോ എന്നതാണ്. വേദഗ്രന്ഥം തെളിവ് കിട്ടാതെ കഥല്ലായിട്ടാണ്. വേദഗ്രന്ഥം കൊടുത്തിട്ടും ഇഞ്ചീൽ തൗറാത്ത് കൊടുത്തിട്ട് ഒരു കാഫിറായല്ലോ. അല്ലാഹു തആല ഒന്നും കൊടുക്കാതെ പോലെ അങ്ങനെ അന്തകമ്മയെ നടന്നുകയാണെങ്കിൽ ഒന്നും കിട്ടായിട്ടാണ്. ഇതിപ്പോ ഈസാ നബി അലൈഹിസ്സലാമിനെയും മൂസാ നബി അലൈഹിസ്സലാമിലും ഇഞ്ചീലും തൗറയും ഇറക്കി കൊടുത്തിട്ട് അതിന്റെ വിഷയങ്ങളൊക്കെ കേട്ടിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മദീനയിലേക്ക് വരുന്ന സമയത്ത്, മക്കത്തുനിന്ന് മദീനയിലേക്ക് വന്ന സമയത്ത് ജൂതന്മാരെ കൂട്ടത്തിൽപ്പെട്ട കുറെ ജൂതന്മാര് പറഞ്ഞിട്ടുണ്ട്, ഇനി തർക്കിക്കാൻ നിൽക്കണ്ട, അത് നബിനെയും തർക്കിക്കാൻ നിൽക്കേണ്ടത് നബിനെയും. ഈമാൻ ആവശ്യമുള്ള ആൾക്കാർക്ക് വിശ്വസിച്ചു, സ്വർഗം ആവശ്യമുള്ള ആൾക്കാർക്ക് വിശ്വസിച്ചു. സ്വർഗമുള്ള ആൾക്കാർ വിശ്വസിച്ചോളി, എന്നാ കാര്യം കിട്ടും. വിശ്വാസരംഗത്തേക്ക് കടന്നു വന്ന അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു ജൂതന്മാരുടെ ക്യാപ്റ്റൻ, നല്ല പ്രാവീണ്യം പാണ്ഡിത്യമുള്ള ആളായിരുന്നു. ആ മഹാനോട് നബി തങ്ങൾ പറഞ്ഞില്ലേ, അബ്ദുല്ലാഹിബ്നു സലാമേ, യൂതികല്ലാഹു അജ്റക മറത്തൈൻ, നിങ്ങൾക്ക് 2 കൂലിയാണ്. ഞാൻ വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ തൗറാത്തിലും ഇഞ്ചീലും വിശ്വസിച്ചു, ഞാൻ വന്നപ്പോൾ എന്നെയും വിശ്വസിച്ചു, നിങ്ങൾക്ക് എത്ര കൂലിയാ? 2 കൂലിയാ. എല്ലാവർക്കും ഒരേ കൂലിയാണോ? 2 കൂലി കിട്ടുന്നവരുണ്ട്. 2 കൂലി ഏറ്റവും അധികം കിട്ടുന്നവർ ഈ ഉമ്മത്തിലുള്ളവരാണ്. അല്ലാഹു നമ്മളെ തൗഫീഖ് നൽകട്ടെ. ഏതാ 2 കൂലി? മുത്തഖീങ്ങൾ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിച്ച്, നബിതങ്ങളിൽ വിശ്വസിച്ച്, ഇസ്ലാംകാരും ഈമാൻകാരും ഒക്കെ കൊണ്ട് നടക്കുന്ന നല്ല മനുഷ്യന്മാർ. അതാ മുത്തഖീ സ്വാലിഹീങ്ങൾ. അതായത് ഇപ്പൊ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സൽക്കർമ്മങ്ങളുണ്ട്. നന്മയും തിന്മയും ഒരുപോലുള്ളവരല്ല, നന്മ കൂടുതലുള്ളവർ, അല്പല്ല കൂടുതലുള്ളവരല്ല. നന്മ കൂടുതലുള്ളവരാണ്, മുൻതൂക്കം നല്ലോണം നിൽക്കുന്നവർ. നന്മയും തിന്മയും ഒരുപോലെ വരുന്നവര് സ്വർഗമല്ല നരകമല്ല വേറെ സ്ഥലമുണ്ട്. ഏതാ? അറാഫ്. അവിടെ നന്മയും തിന്മയും ഒരേ അളവിൽ തൂക്കി വെക്കുമ്പോ തുലാസ് അങ്ങോട്ടും ഉണ്ടാകുന്നില്ല. അവിടെ തുലാസിന്റെ ആ നോട്ടൊക്കെ ഇവിടെ നമ്മൾ നോക്കൂലേ, ഏറെണ്ട കുറവുണ്ടോ? അല്ലാ അതിനെക്കാരും നോട്ടം അവിടെ നോക്കും. അല്ല നമ്മുടെ സ്വർഗ്ഗക്കാരിൽ പെടുത്തി തരട്ടി. നന്മയും തിന്മയും ഒരേ ഗ്രേഡിൽ, 1 ഇഞ്ച് മാറ്റില്ല. തിന്മയാണോ മുൻതൂക്കം, നരകത്തിലേക്ക് പോയി. നന്മയാണോ മുൻതൂക്കം, സ്വർഗത്തിലേക്ക് പോയി. ഒരേ ലെവലിലാണെങ്കിൽ അവർ അറാഫിലാണ്. നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മറയുണ്ട്. ആ മറയുടെ പേരാണ് അറാഫ് എന്നുള്ളത്. സ്വർഗത്തിൽ അത്ര സുഖമില്ല, നരകത്തിൽ അത്ര ഇടങ്ങേറും. പക്ഷേ ആ അറാഫിലുള്ളവർ സ്വർഗത്തിൽ കടക്കാൻ വല്ലാതെ ആഗ്രഹിക്കും. ലം യദ്ഖുലൂഹാ വഹും യത്മഊൻ. സ്വർഗത്തിൽ അവർ പ്രവേശിക്കൂല, അവർക്ക് നല്ല പൂതിയുണ്ട് എന്ന് അല്ലാഹു പറയുന്നു. അറാഫുകാരിൽ പെടുത്താതെ സ്വർഗത്തിൽ അല്ലാഹു പെടുത്തി തരട്ടെ. അതിനിപ്പോ സ്വർഗക്കാരുടെ വിഷയം പറയുമ്പോ, നരകക്കാരുടെ വിഷയം പറയുമ്പോ ഇവിടെ 3 പറഞ്ഞു. 1 നരകത്തിലെ കാറ്റ്, സമൂം എന്ന കാറ്റ്. 2 അർത്ഥത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. 1 ഹിയ റീഹുൻ ഹാറത്തുൻ തഹുബ്ബു, അടിച്ചു വീശുന്ന കാറ്റ്. ആ കാറ്റ് വീശുന്നതോടെ, ശരീരത്തിൽ തട്ടുന്നതോടെ രോഗബാധിതരായി. അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ കാറ്റ് തട്ടുകൊണ്ട് മരിച്ചു പോകുന്നാൽ അങ്ങോട്ട് വീണ്, പിന്നെ എണീറ്റ് കാറ്റ് തട്ടി പിന്നെയും. നിങ്ങളൊന്ന് ആലോചിച്ചു, എന്ത് കാറ്റാ? ഈ കാറ്റ്, ഈ വിഷക്കാറ്റ് വന്നടിച്ച് വീശിയിട്ട് രോഗികളായി മാറുകയാണ്, ഒന്നിനും കഴിയാത്തവരായി മാറുകയാണ്. അവശത. പിന്നെയും അല്ലാഹു ബോഡിക്ക് സെറ്റപ്പ് കൊടുക്കും. നരകത്തിന്റെ ചൂടുകാറ്റ് ഏറ്റിട്ട് ശരീരങ്ങൾ അങ്ങനൊക്കെ പഴുത്തു കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. നരകത്തിന്റെ ചൂടുകാറ്റ് ഏറ്റിട്ട് ശരീരം ഇങ്ങനെ പഴുത്തിട്ട് തൊലി ഇങ്ങനെ വേർപ്പെടും. പിന്നെ എല്ല് കരിഞ്ഞിങ്ങനെ വീഴും. ഓരോ ഭാഗത്തെയും മാംസപേശികൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുമ്പോ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, പുതിയ ബോഡി നമ്മൾ കൊടുക്കും. എന്തിനലിയദൂഖുല്ലദാബ്, ശിക്ഷ നന്നായി രുചിക്കാൻ വേണ്ടി. സഹോദരങ്ങളെ, ഇത് ചുടുകാറ്റാണ്. ഈ ചൂടുള്ള കാറ്റ് വിഷക്കാറ്റാണ്. കാരണം സമൂമു എന്നുള്ള വാക്ക് 2 അർത്ഥത്തിൽ നിന്ന് വന്നതാണ്. സുമ്മ് എന്നതിൽ നിന്നാണ് വന്നതെങ്കിൽ സുമ്മിന്റെ അറബിയുടെ അർത്ഥം വിഷം എന്നാണ്. സുമ്മ് വിഷം. അതിൽ നിന്നാണ് സമൂമ് വന്നതെങ്കിൽ വിഷക്കാറ്റാണിത്. സമ്മെന്നാ വന്നതെങ്കിൽ അതിന് വേറെ അർത്ഥമുണ്ട്.
സമ്മ് എന്ന് പറഞ്ഞാൽ സൂചിയുടെ പഴുത്. സൂചിന്റെ പഴുത് എവിടെ? സൂചിന്റെ പഴുത്, ഒരു സൂചി പോകാനുള്ള ക്യാപ്പ്. നമ്മളെ തൊലിയിലെ ഒരു സൂചി പോകാനുള്ള, സൂചിന്റെ പഴുത് എന്ന് പറഞ്ഞാല് സൂചിന്റെ ബാക്കിലുള്ള തൊളന്നല്ല, സൂചി കൊണ്ട് കുത്തിയാൽ ഏൽക്കുന്ന പഴുത്. സൂചിപ്പഴുതിൽ പ്രവേശിക്കും പോലെ നമ്മുടെ തൊലിയിലേക്ക് ഈ കാറ്റ് അടിച്ച് കേറി പ്രവേശിക്കും നരകക്കാരെ തൊലിയിലേക്ക്. അപ്പൊ ഒറ്റ പോയിന്റ് ഇല്ലാതെ നരകത്തിലാ തീക്കാറ്റ് ശരീരത്തിലേക്കും. സമൂമ് എന്നത് സമ്മെന്ന് വന്നതാന്ന് വെച്ചാൽ അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, ലാ യദ്ഖുലൂന അൽ ജന്ന ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. കാഫിരീങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, ഒട്ടകം സൂചിപ്പഴുതിലൂടെ പ്രവേശിക്കുന്നത് വരെ. ഒരൊട്ടകം എങ്ങനെ സൂചിപ്പഴുതിലൂടെ പ്രവേശിക്കാം? സൂചി കൊണ്ട് തുളച്ചാലുള്ള ഓട്ട, അതിലൂടെ ഒട്ടകം പ്രവേശിക്കൂ? ഇല്ല, മുഹാലാണ്, അസംഭവ്യാണ്. ഇതേപോലെ സ്വർഗത്തിൽ കാഫിരീങ്ങൾ പ്രവേശിക്കാന്നുള്ളത് അസംഭവ്യാണ്, നടക്കൂല. കാഫിരീങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കും. അതിന് ഇവിടുന്ന് സ്വർഗത്തിൽ എല്ലാവരും പ്രവേശിക്കണമെന്ന് മുദ്രാവാക്യം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. സ്വർഗം ഉദ്ദേശിച്ച് ജീവിതം നന്നാക്കിയല്ലേ സ്വർഗം കൊടുക്കേണ്ടത്? അല്ലാഹുത്തആല നീതിമാനല്ലേ? സ്വർഗം കരുതി ജീവിച്ച ആൾക്കാർക്ക് എന്ത് കൊടുക്കും? സ്വർഗം കൊടുക്കും. സ്വർഗം ഉദ്ദേശമില്ലാതെ ജീവിച്ച ആൾക്കാർക്ക് അതിനുള്ള കൊടുക്കും. അതല്ലേ നീതിയാണ്? മറ്റേത് അനീതിയാവില്ല. സ്വർഗം മാത്രം കരുതി പോലും ചോദിക്കൂല ഇവർക്ക് എങ്ങനെ കൊടുത്ത്. ഇവരൊരു നിലക്കും സ്വർഗം ഉദ്ദേശിച്ചവരുടെ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തോലല്ല, ഇവർക്ക് എങ്ങനെ കൊടുത്ത്? ഈമാനെങ്കിലും വേണ്ടേ? നടക്കൂല. അല്ലാഹു തആല അങ്ങനെ പറഞ്ഞു, മൻ കാന യുരീദുൽ ആജില, ഈ ദുനിയാവാണ് ഉദ്ദേശം, അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ, നമ്മൾ ഉദ്ദേശം അത്രയും നമ്മൾ കൊടുക്കും. എത്ര വേണം അത്രയും കൊടുക്കും. പക്ഷേ സുമ്മ യസ്ലാഹാ ജഹന്നം, പിന്നെ അവനെ അല്ലാഹു പ്രവേശിപ്പിക്കും ജഹന്നമിലേക്ക്. വമൻ അറാദൽ ആഖിറ, പരലോകം ഉദ്ദേശിച്ച് വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, ഈമാനോട് അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തോ, ഫൗലൈക കാന സഅയുഹും മഷ്കൂറ, ആ അധ്വാനത്തിന് ഫലം കിട്ടും, അതിന് നല്ല ശുക്രിന്റെ ഫലവും കിട്ടും. അത് വെറുതെ ആകൂല. അല്ലാഹു നമ്മുടെ സഅയ് സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പൊ നരകത്തിലെ കാറ്റ് ഒന്നുകിൽ അത് വിഷക്കാറ്റാണ്, അല്ലെങ്കിൽ ശരീരത്തിന്റെ രോമക്കുത്തുകളിലൂടെ തുളച്ചു കയറുന്ന കാറ്റാണ്. ഏതെങ്കിലും ജീവിയുടെ വിഷം ഓരോ പഴുതിലൂടെയും തുളച്ചു കയറും പോലെ ഇത് തുളച്ചു കയറും. പാമ്പിന്റെ വിഷം കണ്ടില്ലേ? പാമ്പിന്റെ വിഷം അങ്ങനെയാണ്, രോമക്കുത്തിലൂടെ അങ്ങോട്ട് പ്രവേശിച്ച് അങ്ങനെ കയറും, പെട്ടെന്ന് കയറും പാമ്പിന്റെ വിഷം. അതേ രൂപത്തിലാണ് നരകത്തിലെ വിഷക്കാറ്റ്. രണ്ടാമത്തത് ഹമീം, ചൂടുള്ള വെള്ളമാണ്, ചൂടുള്ള ചീഞ്ചലമാണ്. നരകക്കാരുടെ ശരീരത്തിലെ പൊക്കിള പൊട്ടി വരുന്ന ജലം അബൂജഹലിന്റെയും ഉത്ബയുടെയും ഷൈബയുടെയും ഫിർഔനിന്റെയും നമ്രൂദിന്റെയും ഖാറൂന്റെയും ഹാമാന്റെയും ഒക്കെ ശരീരത്തിൽ നിന്ന്, ത്വക്ക് ഭാഗത്തിൽ നിന്ന്, മുഖ്യസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് അവിടെ അങ്ങനെ വലുതായി വീർത്തു പൊട്ടിയൊലിക്കുന്ന ചീഞ്ചലം. പൊതുവെ അള്ളാഹു നേരത്തെ ജലം ഒരുക്കിയതല്ല, നരകക്കാരന്റെ ശരീരം തന്നെ വീർത്ത് വിയർത്ത് പൊട്ടിയൊലിക്കുകയാണ്. ആ ചൂടുള്ള ചീഞ്ചലമാണ് അവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് നല്ല വെള്ളം ആവശ്യപ്പെടുന്നത്. നരകക്കാർക്ക് കിട്ടേണ്ട ഏറ്റവും നല്ല സംഭാവന നല്ല വെള്ളമാണ്. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അയ്യു സ്വദഖത്തി അഫ്ളൽ, ഏത് സ്വദഖയാണ് നബിയെ കൂടുതൽ കൂലി കിട്ടുന്നത്, ഉത്തമം? തങ്ങൾ പറഞ്ഞു, അൽമാഉ, വെള്ളമാണ്. വെള്ളത്തിന്റെ അത്ര മഹത്വമുള്ള ഒരു സ്വദഖയില്ല. വെള്ളമാണ് ഏറ്റവും വലിയ സ്വദഖ. എന്നിട്ട് തങ്ങൾ അതിന് കാരണം പറഞ്ഞത്, അലാ തറാ അന്നാ അഹ്ലന്നാർ, നിങ്ങൾക്കറിയൂലേ നരകക്കാര് സ്വർഗക്കാരോട് സഹായം ചോദിച്ചാൽ അവർ പറയുന്നത്, അഫീദു അലൈനാ മിനൽ മാ, നിങ്ങളെ വസ്ത്രം വേണ്ട, നിങ്ങളെ മറ്റൊന്നും വേണ്ട, നിങ്ങൾക്ക് അല്ലാഹു തന്ന വെള്ളത്തിൽ നിന്ന് കുറച്ചൊന്ന് ഒഴിച്ചു തരുമോ? സംഭാഷണത്തിൽ പറയാണ്, സ്വർഗക്കാര് നരകത്തിലേക്ക് നോക്കുമ്പോ നരകക്കാരോട് ചോദിക്കും, ഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖാ, വിശ്വസിക്കാത്തതിന്റെ പേരിൽ നരകം തരുമെന്ന് അല്ലാഹു പറഞ്ഞിരുന്നു, അത് നിങ്ങൾക്ക് സത്യമായി ബോധ്യപ്പെട്ടോ? ഖാലൂ നഅം,
നരകക്കാർ പറയും, അതേ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, വിശ്വസിക്കാത്തത് കൊണ്ടാണ് നരകത്തിൽ വന്നത്, പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടാണ് നരകത്തിൽ വരേണ്ടി വന്നത്. അതേന്നവർ പറയുമ്പോ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ വെച്ചൊരു മലക്ക് വിളിച്ചു പറയും, അക്രമികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ലഅനത്ത്, ശാപം. ആ നരകക്കാർ സ്വർഗക്കാരോട് പറയുന്നത്, നിങ്ങൾക്ക് അല്ലാഹു തന്ന വെള്ളത്തിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് ഒഴിച്ചു തരുമോ? ഞങ്ങൾക്ക് കിട്ടേണ്ട വെള്ളം കുറച്ച് തരുമോ? അത്രയും കടുത്ത ദാഹം. ആ ദാഹത്തിൽ അവർക്ക് കുടിക്കാനുള്ളത് കുടൽമാല മുഴുവനും കഷ്ണിക്കുന്ന, മുഖത്തിന്റെ മാംസപേശികൾ മുഴുവനും ചുട്ട് താഴോട്ട് പാത്രത്തിലേക്ക് ഉരുകി വീഴുന്ന അത്രയും കടുത്ത ജലം, ചൂടുള്ള ജലം. അങ്ങനത്തെ ഒരു ചൂടുള്ള ജലം ദുനിയാവിൽ ഒരു മനുഷ്യൻ കുടിക്കൂല. മനുഷ്യൻ വീണ്ടും മൃഗം പോലും കുടിക്കൂല. ദാഹിച്ച് വലഞ്ഞു വരുന്ന ഒരു മൃഗം പോലും അത്ര ചൂടുള്ള വെള്ളം കുടിക്കൂല. പറ്റത്തണുത്ത വെള്ളം ചിലപ്പോ നമ്മളെ പശുക്കളും മറ്റൊന്നും കുടിച്ചില്ല എന്ന് വരും. ചെറിയൊരു വെള്ളം ചൂടിൽ അവർ കുടിക്കും. ചൂട് ഓവറായാലോ ഒന്ന് കുടിക്കാൻ വേണ്ടി മുഖം വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് എടുക്കും. കുറച്ചു നേരം അവിടെ അങ്ങനെ എടുക്കും. ഇതൊന്ന് കാറ്റ് തട്ടിയിട്ടൊന്ന് ചൂടാറിക്കോട്ടെ എഴുതിയിട്ട്. പുണ്ണാക്ക് വെള്ളം പശുവിന് കാണിക്കാൻ കൊണ്ടായാലേ, കുടിക്കാൻ കൊണ്ടായാലേ, ചൂട് ഓവറാണെങ്കിൽ ഒന്ന് തല വെച്ച് അല്പം ഒന്ന് കുടിച്ചിട്ട് പിന്നെ അത് മാറി ഇതൊന്ന് ചൂടാറിക്കോട്ടെ എഴുതിയിട്ട്. അതേതാ? നമുക്ക് തൊടാൻ പറ്റി ചൂടാ. ഇത് തൊടാൻ പോയിട്ട് അടുക്കാൻ പറ്റൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ വെള്ളം ആലോചിച്ചിട്ടാണ് ദുനിയാവിലെ തണുത്ത വെള്ളം കുടിക്കുമ്പോ മഹാന്മാരൊക്കെ ബോധം കെട്ടു വീണത്. ഇമാം ഹസനുൽ ബസ്രി ശിഷ്യന്മാരോട് നല്ല തണുത്ത വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം കുടിക്കുമ്പോഴൊക്കെ നല്ല ഓർമ്മ വേണം. നാളെ സ്വർഗത്തിലെത്തിയിട്ടും ഈ ജാതി നല്ല തണുത്ത വെള്ളം കുടിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കളെ, നല്ല വെള്ളം കൊണ്ടുവരുന്നു. വെള്ളം കൊണ്ടുവന്നു, തണുത്ത വെള്ളം കൊണ്ടൊന്ന് കയ്യിൽ പിടിച്ചപ്പോഴേക്ക് ബോധം കിട്ടു. പാത്രം തെറിച്ചു, വെള്ളം പോയി, പാത്രം പൊട്ടി. ഇപ്പൊ ചോദിച്ചു, മാലക്കയാ അബാ സഈദ്, ഹസനുൽ ബസ്രി തങ്ങളെ എന്ത് സംഭവിച്ചു? മഹാനവർകൾ പറഞ്ഞു, ദക്കറത്തു ഉംനിയത അഹ്ലിന്നാർ ഹീന യഖൂലൂന ലി അഹ്ലിൽ ജന്നാ. നാളെ നരകക്കാരുടെ താല്പര്യം ഞാൻ ഓർത്തുപോയി. തണുത്ത വെള്ളം എന്റെ കയ്യിൽ കുടിക്കാൻ കിട്ടിയപ്പോ നരകക്കാരുടെ ആഗ്രഹം സ്വർഗക്കാരോട് അവർ പറയും, അഫീദു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. ഒന്നും ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് ഞങ്ങളെ കയറ്റൊന്നും വേണ്ട, നിങ്ങൾക്ക് അല്ലാഹു തന്ന വെള്ളത്തിൽ നിന്ന് അല്പം ഞങ്ങൾക്കൊന്ന് ഒഴിച്ചു തരുമോ? ഹസൻ ബസ്രി ചിന്തിക്കുന്നത്, ഞാൻ ആ പറയുന്ന കൂട്ടത്തിലാണോ, അത് കേൾക്കുന്ന കൂട്ടത്തിലാണോ? ബോധം കിട്ടുപോയി. ആരാ ഹസൻ ബസ്രി തങ്ങൾ? അവരെ ബർക്കത്തുണ്ട്, അല്ലാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. അവര് നരകത്തിന്റെ അവസ്ഥ ആലോചിച്ച് തണുത്ത വെള്ളം കയ്യിൽ കിട്ടിയിട്ട് കുടിക്കാൻ കൂട്ടാക്കാതെ ബോധം കെട്ടെങ്കിൽ നമ്മൾ നന്നായി ആലോചിക്കണം. നരകാണി പറയുന്നത് ചൂടുള്ള ചീഞ്ചലം. ഒരാശ്വാസം അവിടെ ഇല്ല. ഒന്ന് കടുത്ത ചൂടുള്ള കാറ്റ്, തീക്കാറ്റ്. ഇനി താപനില വർദ്ധിച്ചാൽ നമുക്കൊക്കെ മുന്നറിയിപ്പ് വരാൻ പോകാണ്. എല്ലാ പണിക്കാരും പണി നിർത്തണം. വിദേശത്ത് പല സ്ഥലങ്ങളിലും പണി നിർത്തിപ്പോയി. വായിച്ചില്ലേ വാർത്ത? പണി നിർത്തി. ഉച്ചന്റെ ശേഷം 3 മണിക്ക് ശേഷം ആരംഭിക്കാവൂ നിയമം വന്നുപോയി. അതിനു മുമ്പ് സംഭവിക്കുന്നതൊന്നും ഏറ്റെടുക്കൂല എന്നുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു. ചൂടിന്റെ ഊക്കൊണ്ട് കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് ഉദിക്കുന്ന സൂര്യന്റെ ചൂടാണ് ഈ പറയുന്നത്. നരകത്തിന്റെ ചൂടെന്തായിരിക്കും? രണ്ടാമത്തെ ചൂടുകാറ്റ്, ചൂടുള്ള വെള്ളം, ചീഞ്ചലം. ആ വെള്ളം അവർ കുടിക്കുന്നതാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ചൂടുള്ള ചീഞ്ചലം അവർക്ക് കുടിക്കാൻ കൊടുത്തു. അങ്ങനെ അവർ കുടിക്കും. കുടിക്കല്ലാതെ വേറെ രക്ഷയില്ല. കുടിക്കുമ്പോൾ ചൂടുള്ള ചീഞ്ചലം കുടിക്കാൻ കിട്ടുമ്പോൾ അവർ മുറുക്കായി കുടിക്കും. പക്ഷേ ഫുള്ള് കുടിക്കാൻ അവർക്ക് കഴിയൂല. അപ്പോഴേക്ക് മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്നേക്കുള്ള മരണമല്ല. പിന്നെ അവര് പറ്റ അവശരായി മാറി. ബാക്കി പിന്നെ കുടിക്കണ്ട. പിന്നെയും അവരൊന്ന് സ്റ്റേണായി നിൽക്കുന്നു. പിന്നെയും ഈ വെള്ളത്തിലേക്ക് ആവശ്യം വരുന്നു. പിന്നെ അവിടെ കിട്ടുന്നത് എന്താണ്? മൂന്നാമത്തത്
കരിമ്പുകയാലുള്ള തണലാണ് അവർക്ക് ലഭിക്കുന്നത്. ഇത് കാലാകാലം അവർക്കുണ്ട്. നരകത്തിന്റെ ചൂട് ഉൾക്കൊള്ളാൻ പറ്റൂല. നരകത്തിന്റെ ചൂടുള്ള ചീഞ്ചലം കുടിക്കാനൊക്കൂല. നരകത്തിന്റെ കരിമ്പുകയുടെ തണൽ സ്വീകരിക്കാൻ കഴിയൂല. അപ്പൊ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആൾക്ക് ഒന്നുകിൽ നല്ല വെള്ളം കിട്ടണം, നല്ല തണല് കിട്ടണം, അല്ലെങ്കിലോ നല്ല കാറ്റെങ്കിലും അടിച്ച് വീശിയാൽ ആശ്വാസമാണ്. ഓ, ഒരു തണുത്ത കാറ്റെങ്കിലും വരുന്നുണ്ടല്ലോ എന്നൊരു ആശ്വാസം. റമദാൻ മാസത്തില് നല്ല ദാഹിച്ച് വലഞ്ഞു നിൽക്കുമ്പോ നല്ല ഒരു തണുത്ത മഴ പെയ്ത അങ്ങനെ ഉണ്ടാവും. നമ്മള് മഴ കൊള്ളണമെന്നില്ല, മഴ പെയ്ത അങ്ങനെ ഉണ്ടാവും. ഓ, നല്ല തണുത്തൊരു കുളിര് വന്നല്ലോ. സംഗതി റമദാൻ ഇങ്ങനെ ഒരു മഴ കിട്ടിയാലും പിന്നെ ഒരു ക്ഷീണവും ഇല്ലാന്ന് പറയുന്ന ആൾക്കാർ വെള്ളം കുടിച്ചിട്ടല്ലാതെ അന്തരീക്ഷത്തിൽ ആ തണുപ്പ് പറ്റിയിട്ടാണ്. സഹോദരങ്ങളെ, ഈ കടുത്ത ചൂട് മൂന്ന് അവസ്ഥയും ഇങ്ങനെയാണ്. തണുപ്പ് നൽകുന്ന തണലല്ല, തണുക്കാൻ വേണ്ടിയല്ല. ഈ തണൽ ശിക്ഷയ്ക്ക് വേണ്ടി കൊടുക്കുന്ന തണലാണ്. വലാകരീം, ഒരു ഉപകാരവും അതിലില്ല. ഒരു ഉപകാരവും ഒരു ബഹുമാനത്തിനും വേണ്ടി കൊടുക്കുന്നതല്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെയാണ് മഹാന്മാര് പറഞ്ഞത്, നരകത്തിലാണ് എന്ന് പറയുന്നതിന് പകരം സമൂമിലും ഹമൂമിലും ഈ ചൂടുള്ള കാറ്റും ചൂടുള്ള ജലവും കരിമ്പുകയുമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിലാണ് എന്ന് പറഞ്ഞാൽ അത് സദാ അങ്ങനെ തന്നെ, ഒഴിവില്ല. നരകത്തിന്റെ അവസ്ഥക്ക് മാറ്റല്ല. എന്തായിരിക്കും ഓരോ ബോഡിയും കാര്യങ്ങളൊക്കെ? അതിന്റെ കാരണം ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ. ഈ നരകത്തിലെത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾ നോക്ക്, സ്വർഗക്കാരന്റെ രണ്ടവസ്ഥ ഇപ്പൊ അള്ളാഹു പറഞ്ഞു. സാബിഖീങ്ങളുടെ അവസ്ഥ പറഞ്ഞു, തൊട്ട് താഴെ അസ്ഹാബുൽ യമീന്റെ അവസ്ഥ പറഞ്ഞു. അവർ സ്വർഗത്തിലെത്താനുള്ള കാരണം അവരുടെ സ്വാലിഹായ കർമ്മങ്ങൾ ഒന്നും അല്ല എണ്ണിയില്ലല്ലോ. ഇല്ല. ശിക്ഷ പറഞ്ഞെടുത്ത് കണ്ടോ നിങ്ങൾ? ശിക്ഷ പറഞ്ഞെടുത്ത് അള്ളാഹു കാരണം പറയാം. കാരണം തവാബ് എന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഇഖാബ് എന്നത് ശിക്ഷ എന്നുള്ളത് അള്ളാഹുവിന്റെ നീതിയാണ്. നീതി പറയുന്നിടത്ത് അള്ളാഹു കാരണം പറയും. അപ്പോഴാണല്ലോ ആ നീതി കൂടുതൽ ബോധ്യപ്പെടുക. അതുകൊണ്ടാണ് ശിക്ഷക്കല്ല കാരണം പറയുന്നത്. അക്രമം ദുനിയാവിൽ അവർ നടത്തിയിട്ടുണ്ട്. എന്താണ് അക്രമം? അവരുടെ വഴിവിട്ട സുഗന്ധായിരുന്നു. അവര് ശിർക്കിൽ നിലകൊള്ളുന്നവരായിരുന്നു. വകാനൂ യുസ്റൂന, അവര് ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. അലൽ ഹിൻസിൽ അദീം, ഒരു വലിയ തെറ്റിന്റെ മേൽ, വലിയ കുറ്റത്തിന്റെ മേൽ. അഥവാ വകാനൂ യഖൂലൂൻ, അവർ പറയും, അഇദാ മിച്നാ വകുന്നാ തുറാബൻ വഇളാമൻ ഇന്നാ ലമബ്റൂസൂൻ. ഞങ്ങൾ മരിച്ചിട്ട് മണ്ണായി മാറിയാൽ, ഞങ്ങളെ അസ്ഥിയൊക്കെ, ഞങ്ങളുടെ ശരീരം അസ്ഥികൂടമായി, പിന്നെ അത് മണ്ണിനോട് ചേർന്നു പോയാൽ ഇന്നാ ലമബ്റൂസൂൻ, ഞങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുമോ? മറ്റൊരു ലോകമുണ്ട്, മറ്റൊരു അവസ്ഥ ഉണ്ട് എന്ന് ശാസ്ത്രലോകം പറയുമ്പോഴും സത്യനിഷേധികൾ പറഞ്ഞു പുനർജീവിതമല്ല. എന്ത് ജീവിതം? ജീവിതം എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള ജീവിതം, വേറെ ജീവിതമൊന്നുമില്ല. സുഖക്ക് അത്ര സുഖിക്കാൻ പറ്റുള്ളൂ ഇവിടെ മാത്രമേ, വേറെ ജീവിതം ഇല്ല. അപ്പൊ പുനർജീവിതത്തിൽ വിശ്വസിക്കാൻ കഴിയാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. യൗമുൽ ആഖിറിൽ വിശ്വസിക്കാൻ കഴിയും. അവ ആബാഉനല്ല പോലും, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളെ പൂർവികരായ പിതാക്കന്മാരും എല്ലാവരും എഴുന്നേൽപ്പിക്കപ്പെടുകയോ അങ്ങനെ ഉണ്ടാകൂല. നബി തങ്ങളോട് മറുപടി പറയാൻ പറയുന്നു, പറയൂ നബിയേ, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, പൂർവികരും പിൽക്കാലക്കാരും എല്ലാവരും ലമജ്മൂഊൻ, ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. ഇലാ മീഖാതി യൗമിൻ മഅലൂം, അറിയപ്പെട്ട ഒരു ദിവസത്തിലെ നിശ്ചിത സമയത്തേക്ക്. അറിയപ്പെട്ട ദിവസം എന്നാണ്? അല്ലാഹു തആല നമ്മളൊക്കെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം അവരോട് സൂറിൽ ഊതാൻ പറയുന്ന ദിവസം. അന്ന് ഊതിയാൽ നിശ്ചിത സമയത്തേക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. നിശ്ചിത സ്ഥലത്തേക്ക് അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടും. ആരെയും വിടില്ല, ഒരൊറ്റ കുട്ടിയെയും ഒഴിവാക്കുകയില്ല. ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം, അറിയപ്പെട്ട ദിവസത്തിലെ നിശ്ചിത സമയത്തേക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. അല്ലാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിളത്തുർ റാഫിഅ
إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم بلدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما وأصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وكانوا يقولون إذا متنا وكنا ترابا وعظاما إنا لمبعوثون أوآباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم.